അപ്പൊ വിജയലക്ഷ്മി മാമിനെ ഞാൻ സ്നേഹത്തോടെ വിജി ചേച്ചി എന്ന് വിളിച്ചോട്ടെ? വിളിച്ചോളൂ. നമ്മുടെ പ്രോഗ്രാമിന്റെ പേരെന്താണെന്നറിയാവോ? സെല്ലുലോയിഡ്. മലയാളികൾ മുഴുവനും വിജി ചേച്ചീനെ മൊത്തം മനസ്സിലേക്ക് എടുത്ത് പാട്ട് വന്നത് നമ്മളുടെ സെല്ലുലോയിഡ് എന്ന സിനിമയിൽ നിന്നാണ് അല്ലെ? അതെ അതെ. ആ പാട്ടിന് പാടാതെ നമുക്കിനി ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പേരും അങ്ങനെയാണ്, തുടക്കവും അങ്ങനെയാണ് ചേച്ചിയുടെ, പ്രോഗ്രാമും അങ്ങനെയാണ്. അതെ. അതുകൊണ്ട് അത് കേട്ട് ഉഷാറായിട്ട് നമുക്ക് എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങിയാലോ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകേത്തേൻ നിറഞ്ഞോ, ആകേത്തേൻ നിറഞ്ഞോ, ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ ശരിക്കും പറഞ്ഞാൽ ഈ സംഗീത ജീവിതത്തിന് ഏറ്റവും വലിയ കൂട്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ പേരൻസ് ആണ്, ചേച്ചിയുടെ മാതാപിതാക്കള്, ചേച്ചിയുടെ കുടുംബം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് അല്ലെ? എല്ലാവരും സപ്പോർട്ടീവ്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ചേച്ചി. ചേച്ചിയുടെ ബ്രദറ് പണ്ട് ചേച്ചിക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ട് ഒരു കളിവീണ ഉണ്ടാക്കി തന്നു. അത് ചേച്ചി സ്പൂണൊക്കെ വെച്ച് വായിക്കുമായിരുന്നു അല്ലെ? 15 വയസ്സുള്ളപ്പോഴാണ്. 15 വയസ്സുള്ളപ്പോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് കലോത്സവ വേദിയിൽ വെച്ചിട്ട് ചേച്ചിക്ക് ഒരു ഗായത്രി തമ്പുരു കിട്ടി. പിന്നെ അത് ഇലക്ട്രിഫൈ ചെയ്തു. ആ കഥയൊന്ന് പറഞ്ഞു ചേച്ചി, ചേച്ചി തന്നെ പറഞ്ഞൊന്ന് കേൾക്കാനാണ്. അതെ, എന്റെ ബ്രദറിന്റെ പേര് വിനോദ് എന്നാണ്, ചെന്നൈയിൽ നിന്ന് വന്നത്. ശരി. അപ്പൊ അദ്ദേഹം ഒരു കളിവീണ നിർമ്മിച്ചു. സ്പൂൺ ഉപയോഗിച്ച് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, സപ്തസ്വരങ്ങൾ മുതൽ. അതെന്താ ചേച്ചിക്ക് വീണ ഇല്ലാതിരുന്നോണ്ടാണോ അങ്ങനെ ചെയ്തത്? അദ്ദേഹം വേറെ എല്ലാ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുമായിരുന്നു. ഓക്കെ. അപ്പൊ അതുകൂട്ടത്തിൽ വീണ ഇങ്ങനെ നിർമ്മിച്ചതേ ഉള്ളൂ. അപ്പൊ അതിൽ ചേച്ചിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുമായിരുന്നു? ഒരുമാതിരിയൊക്കെ വായിക്കുമായിരുന്നു തോന്നുന്നു. ശരി, പറ്റുമായിരുന്നു. സപ്തസ്വരങ്ങളൊക്കെ വായിക്കുമായിരുന്നു പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ സിനിമാ ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, ക്ലാസിക്കൽ പ്രധാനം. ശരി, എല്ലാം വായിക്കുമായിരുന്നു. പിന്നെ 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പൊ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. ഇപ്പൊ ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ്. അതിൽ 6.5 മണിക്കൂർ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വേൾഡ് റെക്കോർഡ്സ് ഒക്കെ ലഭിച്ചായിരുന്നു. 6.5 മണിക്കൂർ വായിച്ചു. 6.5 മണിക്കൂർ വായിച്ചുകൊണ്ട്. അതുപോലെ ചേച്ചി മാത്രമേ ഉള്ളൂ അല്ലേ ഈ ഒറ്റ കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് വായിക്കുന്ന? അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ആദ്യമായിട്ട് വീണ കിട്ടിയപ്പോഴത്തേക്കും ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി കാണും അല്ലേ? ഭയങ്കര സന്തോഷമായി, വായിക്കാൻ പറ്റിയല്ലോ എന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കളിവീണ വായിച്ച് ഇനിയിപ്പോ യഥാർത്ഥത്തിൽ വീണ വായിക്കാൻ വേണ്ടി അവസരം തുറന്നു വന്നിരിക്കുകയാണ്. അതെ, ഈ ഇൻസ്ട്രുമെന്റിനെ ഗുരുദക്ഷിണ സമർപ്പിച്ച പ്രശസ്ത വയലിൻ വിദ്വാൻ ശ്രീ കുന്നുക്കുടി വൈദ്യനാഥ ഭാഗവതർ സർ, വയലിന്റെ ചക്രവർത്തിയാണ് അദ്ദേഹമാണ് ഗായത്രി വീണ എന്ന് പേര് നൽകിയത്. അത് ശരി. പിന്നെ അവിടെ അങ്ങോട്ട് തുടക്കമായിരുന്നില്ല ചേച്ചി? അതിനുശേഷം ചേച്ചി നമ്മുടെ സെല്ലുലോയിഡില് സിനിമയില് പാട്ട് പാടി. പിന്നെ മലയാളത്തിൽ മാത്രമാണോ? തമിഴിലും തെലുങ്കിലും? കന്നഡ, ഹിന്ദി, ബംഗാളി, സംസ്കൃത്, തമിഴ്, തെലുഗു, തുളു. 7 ഭാഷ. ഇത്രയും ഭാഷകളിൽ ചേച്ചി പാടി. പെട്ടെന്ന് ചേച്ചി പിക്ക് ചെയ്യോ ലാംഗ്വേജ്? അത് ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പാടുന്നതുകൊണ്ടേ അതാണല്ലോ പ്രധാനം. അപ്പൊ അതിലെല്ലാ ലാംഗ്വേജസിലും കീർത്തനങ്ങൾ പാടുന്നതുകൊണ്ട് അതൊരു പ്രോബ്ലം ഇല്ല. അപ്പൊ ചേച്ചി ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ സിനിമയിൽ എത്തുമെന്നോ? അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പാട്ടൊക്കെ കേൾക്കുമ്പോ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മേനോട് പോലും പറഞ്ഞില്ല? ഇല്ല, ശരിക്കും പറഞ്ഞ സിനിമയിൽ പാടണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ല? ഇല്ല. ഓക്കെ. സിനിമ ഇങ്ങനെ പറഞ്ഞു, സിനിമ പാടുമ്പോ പാടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം ഇതേ പറഞ്ഞോളൂ. ശരിയെന്ന് പറഞ്ഞു, അത്രേ. അപ്പോഴാണ് എം ജയചന്ദ്ര സാറ് ഒരു ചാനലില് പിന്നെ അമൃതവർഷിണി രാഗം ഞാൻ ആലപിക്കുന്നത് കേട്ടു. MS അമ്മയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്ന് ജയേന്ദ്ര സാർ പറഞ്ഞു. അപ്പോഴാണ് കമൽ സാർ ഒരു പഴയകാല ചിത്രം നിർമ്മിക്കുന്നുണ്ട്, JC ഡാനിയലിന്റെ സെല്ലുലോയിഡ്. അപ്പൊ അതിലെ ഓപ്പൺ ആയിട്ട് ഒറിജിനൽ ആയി പാടുന്ന, വോയിസിൽ പാടുന്ന ഒരു ഫീമെയിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജയേന്ദ്ര സാർ എൻ്റെ പേര് സെലക്ട് ചെയ്തു. പിന്നെ ശ്രീരാമേട്ടൻ്റെയോടൊപ്പം എനിക്ക് ഡുബൈറ്റ് പാടാൻ സാധിച്ചു. കാറ്റേ കാറ്റ് സിനിമാ രംഗത്ത് കൈപിടിച്ച് ഉയർത്തിയത് ജയേന്ദ്ര സാറ്, കമൽ സാറാണ്. അവിടെ നിന്നാണ് പിന്നെ
ഈ പല 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 ഭാഷകളിലേക്ക് ചേച്ചി പോയത് വന്നത്. അതെ, സ്പെഷ്യൽ ജൂറി പരാമർശം കാറ്റയുടെ തമിഴ് വെർഷനും പാടിക്കഴിഞ്ഞപ്പോഴാണ് തമിഴിലേക്ക് വന്നത്. അപ്പൊ ചേച്ചിക്ക് സിനിമയിൽ പാട്ട് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആരുടെ പാട്ട് കേൾക്കുമ്പോഴായിരുന്നു ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിരുന്നത്? അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ? ദാസേട്ടൻ, ചിത്ര ചേച്ചി, അങ്ങനെ. പിന്നെ പഴയ കാല ഗായകന്മാർ ഇപ്പൊ വാണിയമ്മ, ഗായിക ജാനകി അമ്മ, പി ജയേന്ദ്ര സാർ, പഴയ അങ്ങനെയുള്ള ഗായകന്മാരുടെയും എല്ലാവരുടെയും. ചേച്ചി ദാസേട്ടന്റെ അടുത്ത് വളരെ ചെറുപ്പത്തില് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടുള്ളല്ലേ ചേച്ചിക്ക് 6 വയസ്സുള്ളപ്പോ? ആ കഥയൊന്ന് പറയാവോ? അത് 5.5 വയസ്സിൽ ദാസേട്ടൻ TB ഹാളിൽ വന്നായിരുന്നു വൈക്കത്ത്. അപ്പൊ എന്റെ മാതൃഭൂമി പത്രാധിപനായ ശ്രീ യു ഉലഹന്നാൻ, അദ്ദേഹമാണ് ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് കുഞ്ഞച്ചമ്മാമൻ. കുഞ്ഞച്ചമ്മാമൻ വഴി അദ്ദേഹമാണ് പത്രമാധ്യമങ്ങളിൽ പ്രോത്സാഹനം നൽകിയത്. അദ്ദേഹവും പ്രതാപൻ സാറ് പിന്നെ വൈക്കം വാസുദേവ നമ്പൂരി സാറുമാണ് ദാസേട്ടനെ കാണുവാനും ഗുരുദക്ഷിണ സമർപ്പിക്കാനും സംസാരിക്കാനുള്ള അവസരമൊക്കെ നൽകിയത്. അതൊരു ഭാഗ്യമായി. ദാസേട്ടൻ 2 മണിക്കൂറാണ് എന്നോടൊപ്പം ചെലവഴിച്ചത്. ആണോ? അന്ന് പക്ഷെ ചേച്ചിക്ക് ഇത്രയും വലിയൊരു ഗായികയാവുന്നൊന്നും അറിയില്ലല്ലോ, എന്നിട്ടും ദാസേട്ടനായിട്ട് അത്രയും സമയം ചെലവഴിക്കാൻ ചേച്ചിക്ക് പറ്റി. അതെ, അതൊരു വലിയ ഭാഗ്യമായിരുന്നു. വലിയ ഭാഗ്യല്ലേ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ ചേച്ചിയായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ, ചേച്ചി കൊച്ചു കുട്ടിയെ പോലെ ചേച്ചി കുറുകും ഭയങ്കരമായിട്ട് അല്ലേ? നമ്മള് ചേച്ചിയുടെ ഇന്റർവ്യൂകളൊക്കെ കേൾക്കുമ്പോ ചേച്ചിയുടെ ചിരി, ചേച്ചിയുടെ ഞാവ് പറച്ചില്, എന്റെ പൊന്നോ, ഇതൊക്കെ ചേച്ചി ഹിറ്റാ. അറിയാവോ ചേച്ചിക്ക്? പിന്നെ ശരസാർ എന്ത് പറയും? ആ ചേച്ചിയുടെ അടുത്ത് നിന്നാണോ പഠിച്ചേ? അത് ശരി. പിന്നെ ജയചന്ദ്ര സാർ എന്ത് പറയും? ജയചന്ദ്ര സാറും മ്യാവ് പറയും, ദാസേട്ടനും മ്യാവ് പറയും. എല്ലാരും ഫോൺ വിളിച്ചാ മ്യാവുന്നാ പറയണേ. ഇവിടെ ഹലോ ഇല്ല. ഹലോ കഴിഞ്ഞിട്ട് ഹലോ മ്യാവ്, അങ്ങനെയാ. സംഗീതത്തിൽ കൂടെ ഒരു മ്യാവ്. അതെ, അത് മധു ബാലകൃഷ്ണൻ ചേട്ടനുമായിട്ട് എന്തൊരു നീട്ടുള്ളൊരു ജ്ഞാപകമായിരുന്നു അത്. അയ്യോ, അതാണ് മധുവണ്ണന്റെ ജ്ഞാപകം. മധു ബാലകൃഷ്ണൻ സാറിന്റെ ജ്ഞാപകമാണ്. അത്രയും നീട്ടുള്ള ജ്ഞാപകമാണ്. അത് ശരി. ചേച്ചിക്ക് സംഗീതം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, നമ്മുടെ മിമിക്രിയിലേക്കാണ് പിന്നെ ചേച്ചിയുടെ ചായ അല്ലേ? അതെ അതെ. ചേച്ചി നമുക്ക് വേണ്ടി ഒരു പാരഡി പാട്ട് പാടാവോ? പാടാലോ. ചൈന ഭാഷയെ കുറിച്ചൊരു പാരഡി ഉണ്ട്, 4 വരി. ചൈന ഭാഷയെ കുറിച്ചോ? യെസ്, എന്നാ കേക്കണം. നാടൻ ഭാഷയും ചൈന, നാടൻ കോഴിയും ചൈന, നാടൻ ഭാഷയും ചൈന, നാടൻ കോഴിയും ചൈന, കോഴി കൂവണ ഭാഷയും ചൈന, ചിയാങ് ചുങ് ചാങ് ചുങ്, ചിയാങ് ചുങ് ചാങ് ചുങ്. ഓ നാടൻ ഭാഷയും ചൈന, ആ നാടൻ കോഴിയും ചൈന, കോഴി കൂവണ ഭാഷയും ചൈന, ചിയാങ് ചുങ് ചാങ് ചുങ്, ചിയാങ് ചുങ് ചാങ് ചുങ്. ഓ നാടൻ ഭാഷയും ചൈന. ഇതാരാ ഈ പാട്ട് എഴുതി തന്നെ? ഇതൊരു ജാഫർക്ക പാടിയതാണ്. ആണോ? ഓക്കെ. പിന്നെ നമ്മുടെ പ്രദീപ് പള്ളിയൂർത്തി ചേട്ടൻ പാടിയ ഒരു പാട്ട് പാടുമായിരുന്നല്ലോ ചേച്ചി. ഒന്നാം ഭാര്യ ശോശാമ്മ, പിന്നത്തെ ഭാര്യ ത്രേസ്യാമ്മ, ഇവർ 2 പേരും കൂടാതുണ്ടൊരു ഭാര്യ, മോളി ചേച്ചിയുടെ നാത്തൂന്റെ അനുജത്തി സാറ. ഒന്നാം ഭാര്യ ശോശാമ്മ, പിന്നത്തെ ഭാര്യ ത്രേസ്യാമ്മ, ഇവർ 2 പേരും കൂടാതുണ്ടൊരു ഭാര്യ, മോളി ചേച്ചിയുടെ നാത്തൂന്റെ അനുജത്തി സാറ. അടിപൊളി. ഇവിടെ കേറി വരുമ്പോ ചേച്ചിയുടെ മുറിയിൽ നമ്മൾ ഇരുന്ന് സംസാരിച്ച മുറിയിൽ ദാസേട്ടനുമായിട്ട് ചേച്ചി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് വീട്ടിലേക്ക് വന്ന ഫോട്ടോയാ അല്ല, ദാസേട്ടൻ ഇവിടെ വന്നിട്ട് എടുത്ത ഫോട്ടോയാ? ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് ചേച്ചി? ഇവിടെ ദാസേട്ടൻ വന്നു, എം ജയേന്ദ്ര സാർ, ഔസേപ്പച്ചൻ സാറ്, കമൽ സാർ, വിദ്യാധരൻ മാഷ്, ആലപ്പീരങ്കൻ മാഷ്, പിന്നെ സിനിമാ നടന്മാരില് ജയസൂര്യ ചേട്ടൻ, മമ്മൂക്കയുടെ അനിയൻ ഇബ്രാഹിം ക, പിന്നെ ലളിതമ്മ, കവിയൂർ പൊന്നമ്മ ചേച്ചി, പിന്നെ നമ്മളെ ബീന ആന്റണി ചേച്ചി, എത്രയോ ക്യാപ്റ്റൻ രാജു സാർ. ഓ, ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതെ അതെ, സന്തോഷമുണ്ടല്ലേ? വലിയ ആൾക്കാര്, മഹാന്മാരായ കലാകാരന്മാര് വന്ന് ചേച്ചിനെ വന്ന് വിസിറ്റ് ചെയ്ത് ഒപ്പം പാട്ടൊക്കെ പാടിയിട്ടായിരിക്കുമല്ലേ പോകുന്നത്? പിന്നെ മധുവണ്ണം വന്നു, മധുബാലകൃഷ്ണൻ ചേട്ടൻ, TS രാധാകൃഷ്ണൻ സാർ, എല്ലാരും വന്നു. പിന്നല്ല, ഒരു 3-4 മാസം മുമ്പ് രാജീവ് ആലുങ്കലിന്റെ അദ്ദേഹത്തിന്റെ വീട്ടില് ഞങ്ങൾ ഇതുപോലെ സെല്ലുലോയിഡിന്റെ പരിപാടിക്ക് വേണ്ടി പോയായിരുന്നു.
ആ അപ്പൊ അവിടെ ഇങ്ങനെ കുറേ ഷീൽഡ് ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇവിടെയാണ് രാജീവാലുങ്ങളുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഷീൽഡുകൾ ഉള്ളത്. പക്ഷേ അത് ഇവിടെ വന്നപ്പോ എനിക്ക് മാറി കിട്ടി. ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇപ്പൊ അപ്പുറത്തൊരു വീട് വേറെ പണിതുകൊണ്ടിരിക്കാന്നാ ചേച്ചിയുടെ അമ്മ പറഞ്ഞു. ചേച്ചിയുടെ ഷീൽഡ് വെക്കാനായിട്ട്. അപ്പൊ ഇത്രയും നേരം നമ്മള് വളരെ കാര്യമായിട്ടിരുന്ന് സംസാരിച്ചു. ഇനി നമുക്കൊരു അടിച്ചുപൊളി പാട്ട് കേട്ടാലോ ചേച്ചിയുടെ? ആയിക്കോട്ടെ. 10,000 എന്നും അതിരാവിലെണീറ്റു വരുന്നേ, മധുരം നിറയും കനവിൻ നഗരം ഉണർന്നേ. ഓ 10,000 എന്നും അതിരാവിലെണീറ്റു വരുന്നേ, മധുരം നിറയും കനവിൻ നഗരം ഉണർന്നേ. ആ നീയോ ഞാനോ, ആ ഞാനോ നീയോ, ഇവിടൂരോ പൂരം അടിപൊളി തയ്യയ്യയ്യയ്യയ്യ. നീയോ ഞാനോ, ആ ഞാനോ നീയോ, ഇവിടൂരോ പൂരം അടിപൊളി തയ്യയ്യയ്യയ്യയ്യ. അടിപൊളി. ഓക്കെ ചേച്ചി, ഞാൻ കുറച്ച് സംഗീതജ്ഞരുടെ പേര് പറയും. ഓക്കെ, അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ചേച്ചിക്ക് എന്താണ് ഓർമ്മ വരുന്നത്, അവരുമായിട്ടുള്ള അനുഭവം ചേച്ചി പറയണം കേട്ടോ. പറയാം. ആദ്യം MM കീരവാണി. കീരവാണി സാറിന്റെ കൂടെയാണ് നമ്മൾ ബാഹുബലിയിൽ പാടാനുള്ള അവസരം നൽകിയത്. കീരവാണി സാറാണ്. ഞങ്ങൾ ഹൈദരാബാദിൽ വെച്ച് ആയിരുന്നു റെക്കോർഡിങ്. അത് 4 വരിയുള്ളൂ, പെട്ടെന്ന് തന്നെ തീർന്നു. സാറിന് സന്തോഷമായി, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ്. നല്ല വിനയാൻവിതനായ മനുഷ്യനാണ്. സൂപ്പറാണ്. എത്ര ഭാഷയിലാണ് പാടിയത്? അതെ, മലയാളം, തമിഴ്, തെലുഗു. പൊന്നു, അതൊരു ഭാഗ്യല്ലേ. അടുത്തത് യേശുദാസ് സാർ. ദാസേട്ടൻ നമ്മുടെ റോൾ മോഡലല്ലേ, എന്താ പറയുക. ശരി, നമ്മുടെ ഗുരുനാഥനാണ്. ഗുരുനാഥനാണ്. പിന്നെ സംഗീത കീർത്തനങ്ങൾ ഇപ്പോഴും ഫോണിലൂടെ പറഞ്ഞുതരും. ജയചന്ദ്രൻ സാർ. ജയചന്ദ്രൻ സാർ സൂപ്പർ അല്ലേ. അതിൽ മ്യാവ് ഞങ്ങളും മ്യാവ് ബന്ധമാണ്. ദാസേട്ടനും മ്യാവ് പറയും കേട്ടോ, അത് പറഞ്ഞില്ല. ജയചന്ദ്രൻ സാറും പറയും. സാറ് ചിലപ്പോ എന്റെ അടുത്ത് മാത്രമേ ഉള്ളോന്ന് അറിയില്ല, ഇങ്ങനെ കളിക്കുക, തമാശ പറയുക, മിമിക്രി പറയുക, തോന്നുന്നു. എന്ത് രസമെന്നേ, ഒരു കുഴപ്പമില്ല. പിന്നെ റെക്കോർഡിങ് സമയത്ത് ജയേന്ദ്ര സാർ കുറച്ചുകൂടെ ഋതമിക്കായിട്ട് പാടു വിജി, കുറച്ചുകൂടെ ഋതമിക്കായിട്ട് പാടു വിജി എന്ന് പറയുമ്പോ ഞാൻ ആ എന്ന് പറയും. എല്ലാത്തിനും ഞാൻ ആ എന്ന് പറയുമ്പോ ജയേന്ദ്ര സാറും അതുപോലെ പറയും. എന്നാ പറഞ്ഞാലും ആ എന്നും പറഞ്ഞിരുന്നോളൂ. ഹരിഹരൻ സാർ. ഹരിഹരൻ സാറിനോടൊപ്പം എനിക്ക് ഓ ദിൽ രൂപ പാടാൻ പറ്റി. ലേമർഡിയൻ ഹോട്ടലിൽ അപ്രതീക്ഷിതമായി ചുമ്മാ ഒന്ന് പോയതാ, കേൾക്കാൻ വേണ്ടി പോയതാ. അന്നേരം അത് പാടിച്ചു. ഓ ദിൽ രൂപ എന്നുള്ള അഴകിയ രാവണനിലെ പാട്ട് ചിത്ര ചേച്ചിയും സാറും കൂടെ ആണല്ലോ പാടിയത്. അപ്പൊ എനിക്ക് പാടാൻ പറ്റി. തെരി മൂവിലും ഹരിഹരൻ സാറിന്റെ കൂടെ ആണല്ലോ എനിക്ക് കൂടാൻ പറ്റിയത്. അത് പിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട്. സാറിന് നല്ല രസമാട്ടോ. അടുത്തത് ഈമാൻ. ഈമാൻ സാറും അതിലും വലിയ കോമഡി. അത് വെസ്റ്റേൺ മ്യാവ് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയാ വെസ്റ്റേൺ മ്യാവ്? നല്ല രസമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു തരും. റെക്കോർഡിങ്ങിനാണെങ്കിലും ഒരു പ്രശ്നമില്ല. SPB സാറോ? ഓയ്യോ, അതിലും സൂപ്പറാ. മ്യാവ് പറഞ്ഞില്ല, കഷ്ടായിപ്പോയി. SPB സാറ് ഭയങ്കര വലിയ കൂട്ടാ. ഫോണിൽ സംസാരിക്കുമായിരുന്നു. ശങ്കര എന്നുള്ള പിന്നെ ഗാനം ഉണ്ടല്ലോ, സാറ് പാടിയ ഗാനം ഗായത്രി വീണയെ വായിച്ചപ്പോൾ സാറ് അഭിനന്ദിച്ചു. ചേച്ചിക്ക് കസു എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ചേച്ചിക്ക് വായിക്കാൻ അറിയാം അല്ലേ? വായിക്കാറുണ്ട്. അതൊന്ന് പറഞ്ഞു കൊടുത്തേ, അത് എന്ത് സാധനമാണെന്ന്. അതൊരു റഷ്യൻ ഇൻസ്ട്രുമെന്റ് ആണ്, കുഞ്ഞു സാധനമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ചേച്ചി കസു വായിക്കുന്നതൊന്ന് കേൾക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് കസു. അത്രേ ഉള്ളൂ, ചെറിയ സാധനം, കുഞ്ഞു കുണുക്കാച്ചി സാധനം. അത്രേ ഉള്ളൂ. ഇത് ജിങ്കിനമണി എന്നുള്ള സോങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യം തന്നത് ആലപ്പുഴയിലെ ജോസി ചേട്ടനാണ് ഫ്ലൂട്ട് വായിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ ദുബായിൽ നിന്ന് ഇപ്പൊ ഗീത ചേച്ചി, ഗീതാ രാധാകൃഷ്ണൻ അവരിലാണ് ഇപ്പൊ തന്നത്. ഇതാണ് ഇപ്പൊ വായിക്കുന്നത്. ശരി.
ഞങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി ഒരു ഇൻസ്പിറേഷൻ ആണ്. ചേച്ചിയുടെ തീരുമാനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ്. ചേച്ചിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേച്ചിക്ക് ജീവിതത്തിൽ പിടിച്ചു വെക്കാൻ അറിയാം. എന്ത് ചെയ്യണം, എന്തെടുക്കണം, വളരെ ബോൾഡ് ആയിട്ട് ചേച്ചി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെ പറ്റി ചേച്ചി ഒന്ന് പറയാമോ? എങ്ങനെയാണ് ചേച്ചിക്ക് ഇത് സാധിക്കുന്നത്? അത് എനിക്ക് പണ്ടേ ഉള്ള സ്വഭാവം. പഴയ സ്വഭാവം ഞാൻ ഇപ്പോഴും കൂടി എടുത്തേ ഉള്ളൂ. സാഹചര്യം വന്നപ്പോ അങ്ങോട്ട് എടുത്തു എന്ന് മാത്രം. ഓരോ സാഹചര്യങ്ങളനുസരിച്ച്. അതെ, അങ്ങനെ എടുക്കുക. സാമർത്ഥ്യം, ആ ശക്തി എവിടെ നയിച്ചാൽ മനധൈര്യം എവിടെ നിന്നാ വരുന്നത്? പണ്ട് മുതൽ എനിക്ക് ഉള്ള ഒരു സ്വഭാവമാണ്. പണ്ടേ ജനിച്ചപ്പോഴേ ഉള്ളത്. പിന്നെ അമ്മയുടെ അനിയത്തിയൊക്കെ പുഷ്പ എന്ന് പറഞ്ഞ ഭയങ്കര സാമർത്ഥ്യം. അമ്മയുടെ അനിയത്തി അതെനിക്കും കിട്ടി. അത് ചേച്ചിക്ക് കിട്ടി. ചേച്ചിയുടെ അമ്മയൊക്കെ നല്ല നല്ല പാവൊരമ്മ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, അമ്മയും അച്ഛനും ഒക്കെ. അതെ, അച്ഛനും സാമർത്ഥ്യമൊക്കെ ഉണ്ട്, നമുക്കും ഉണ്ട്. ചേച്ചി ഇത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്, വേറെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു, ചേച്ചി പോരുകാരിയൊക്കെ ആയിരുന്നു, ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്നു. ആണോ? നിർത്തി. എങ്ങനെ ദേഷ്യം എടുക്കണേ ചേച്ചി? എന്തിനെങ്കിലും ഇപ്പൊ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ, ആരാന്നറിയാവോ, ഇപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോ ആരാന്നറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ, അങ്ങനെയല്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ രോഗിയാണോന്ന് ചോദിക്കും. അറിയാൻ പാടില്ലാതിരിക്കാൻ ഞാൻ രോഗിയൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കായിരുന്നു. ഇപ്പൊ ഞാൻ മിണ്ടാറില്ല. അല്ല, ഇപ്പോഴും ചോദിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ ജോർജ് സാറിന്റെ നയം എടുക്കും. ജോർജ് സാർ ആരാന്ന് പറഞ്ഞു കൊടുത്തേ? നമ്മളെ തുടരും സിനിമയിലെ ജോർജ് സാർ. അതെ, പറയേണ്ട കാര്യമില്ല. എനിക്ക് ആ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു. പുള്ളിയുടെ രീതി ഉണ്ടല്ലോ, എന്നാ സോഫ്റ്റ് ആയിട്ടാ കൈകാര്യം ചെയ്യുന്നത്. ചേച്ചി സിനിമ എങ്ങനെ ആസ്വദിക്കുന്നേ? അങ്ങനെ കേൾക്കുമ്പോ മനസ്സിലാവും. അപ്പൊ ഇത് പുള്ളി ചിരിച്ചോണ്ട് കഴുത്തുറക്കുവാണല്ലോ. പിന്നെ നമ്മൾ ആ ലൈനങ്ങ് പിടിച്ചു. ഞാൻ നമ്മുടെ ലൈൻ പിടിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ചിരിക്കാതിരിക്കണ്ട, ചിരിച്ചോണ്ട് തന്നെ തിരിച്ചങ്ങ് അർത്ഥം മതി അല്ലേ ചേച്ചി? അത് തന്നെ, ഒരു കുഴപ്പമില്ല. അതെ ചേച്ചി, ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികളോട് ചേച്ചിക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? പറയട്ടെ, തീരെ അങ്ങോട്ട് പാവമാകരുത്. അപ്പൊ ചിലരുണ്ട്, പൊതുവെ എങ്ങനെ തല്ലുവെങ്കിലും എനിക്കൊരു ജീവിതം തന്നു, എന്തിനാ അങ്ങനെ തല്ലുകൊണ്ട് ജീവിക്കുന്നത്? അങ്ങനെ പാവമാകാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള പാവ സ്ത്രീകൾ. ആവശ്യത്തിനൊക്കെ പാവം. തീരെ അങ്ങോട്ട് എന്താ ഒരു പഴങ്ങഞ്ഞി, അത് പാടില്ല. പറ്റില്ലെന്ന് പറയണം. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. അതെ അതെ, അനുസരിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. എന്ത് ചെയ്യാൻ പോലും തല്ലണമെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളൊക്കെ കുറെ മാറി ചേച്ചി, ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. പിന്നെ അല്ല, അനുസരിക്കാൻ മനസ്സിലെന്ന് പറയണം. വിട്ടു പോകണ പൂക്കളം പറയണം. അത്രയില്ല. ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടൻ എന്ന സിനിമയിലെ പാട്ടൊന്നും ചേച്ചി ഇപ്പൊ പാടുവോ? പാടാലോ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? എല്ലാരും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയാം ഭയങ്കര രസമായിരുന്നു ചേച്ചി. ചേച്ചി ഉപാസന, സാധകം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഇപ്പോഴും ചെയ്യാറുണ്ടാവും. എപ്പോഴാ ചേച്ചിയുടെ സമയമൊക്കെ? പ്രോഗ്രാമിന് പോകുന്നാലും പ്രത്യേകം അങ്ങനെ സമയമില്ല. ചെയ്യുമായിരുന്നു പറ്റുമ്പോഴൊക്കെ. ഇതാണ് ചേച്ചിയുടെ പ്രാക്ടീസ് ഹാൾ, ഇരുന്നാണ് ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ? അതെ, എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഉണ്ട്. ഉണ്ട്. ജയറാമേട്ടൻ തന്ന വീണയുണ്ട്, ദാസേട്ടൻ തന്ന വയലിനുണ്ട്. ഓ ചേച്ചിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ് റേഡിയോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. എല്ലാത്തിലും. അതിനെ പറ്റി ഒന്ന് പറയാമോ? ഇന്ന് കേൾക്കാറുണ്ടോ? പിന്നെ എന്നും കേൾക്കും. റേഡിയോയില് ഫോണിംഗ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുക, ഗാനസല്ലാവത്തിൽ വിളിച്ച് വെറൈറ്റി പാട്ടുകളൊക്കെ, പഴയ പാട്ടുകളൊക്കെ പൊടിതെട്ടിയെടുക്കും. അതൊക്കെ ചോദിക്കുക. പ്രകാശധാര കേൾക്കാറുണ്ട്, പാചകക്കുറിപ്പ് കേൾക്കാറുണ്ട്. പാട്ട് മാത്രമല്ല കേട്ടോ. ഇന്ന് ഇപ്പൊ പരിപാടിയൊക്കെ ഒരുപാട് മാറിയില്ലേ രീതികളൊക്കെ? അതെ, ശബ്ദരേഖ കേൾക്കുമായിരുന്നു, നാടകം കേൾക്കും, രാഗസഭറ്റി എന്നൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ദിവസം എന്തരോ മഹാനുഭാവുലു ഒരു പരിപാടി, മൺമറഞ്ഞു പോയ സംഗീതാചാര്യന്മാരെ കുറിച്ച്, അതൊക്കെ കേൾക്കുമായിരുന്നു. ഇപ്പോഴും കേൾക്കും, അതൊക്കെ കേൾക്കും കേട്ടോ. ഇപ്പോഴും ചേച്ചി എടുത്ത് ചോദിക്കണോന്ന് വിചാരിച്ച കാര്യമാണിത്. ചേച്ചി ശരിക്കും സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ ഒരു ഇത്തിരി.
പഠിച്ചു എന്നല്ലാതെ. ആണോ? ആ, അല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം സംസ്കൃതം ഗംഭീരമായിരുന്നു, ചേച്ചിയുടെ പാട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ഇതിൽ പറഞ്ഞ ഈ ഇത്രയും ലാംഗ്വേജിൽ ഒരു ലാംഗ്വേജ് പോലും ചേച്ചിക്ക് അത്ര ചലഞ്ചിങ്ങോ ഒരു ഡിഫിക്കൽട്ടോ അങ്ങനെ ഒന്നും ആയിട്ട് ഒന്നും തോന്നിയിട്ടില്ല. എല്ലാം ഈസി ആയിരുന്നു. അതെ, പിന്നെ ഉച്ചാരണമൊക്കെ അവർ പറഞ്ഞു തരും, എങ്ങനെ ഉച്ചരിക്കണമെന്നൊക്കെ പറഞ്ഞു തരും. അത് കേട്ട് എത്ര നേരത്തിനുള്ളിൽ ചേച്ചി ഗ്രാസ്പ് ചെയ്യും പാട്ട്? ഞാൻ രാവിലെ വൈകിട്ട് രാത്രി അങ്ങനെ 3 നേരമൊക്കെ പല്ലവി അനുപല്ലവി ചരണം കുറേശ്ശെ കേട്ട് പഠിക്കും. എത്ര മനോഹരമായിട്ടാ ചേച്ചി തെരിയില്ല ആ പാട്ട് പാടിയേക്കുന്നത് സംസ്കൃതത്തിൽ. ആ പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. ആയിക്കോട്ടെ. ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗസുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശതമുദമന ശുഭ സുമനലയിവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥസിദ്ധിം കാമയേ. താങ്ക് യു. അപ്പൊ ചേച്ചി എന്തോ താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ കൂടെ ഇരുന്ന് നേരിട്ടിരുന്ന് ചേച്ചിയുടെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷം. ഇന്ന് സ്കൂളില്ലായിരുന്നെങ്കിൽ എന്റെ കൂടെ ഒരാൾ വന്നേരാൻ, എന്റെ മോള്. അയ്യോടാ, കാറ്റയുടെ വലിയ ആരാധികയാണ് ആള്. ഒരു ദിവസം വരണം കേട്ടോ മോള്. ഉറപ്പായിട്ടും എല്ലാരും വരണേ. ഒത്തിരി സന്തോഷം ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.